അച്ഛാ വരാൻ ഇല്ല. അച്ഛാ നിങ്ങൾ ഒരുമാതിരി വൃത്തികെട്ട പരിപാടി കാണിക്കല്ലേ. പോലീസുകാർ ഇച്ചിരിയെങ്കിലും മര്യാദ കാണിച്ച് ഞാൻ ഒരു ദാക്ഷണ്യം കാണിക്കത്തില്ല. ഞാൻ ശരിക്കിട്ട് പെരുമാറും. അയ്യോ നിങ്ങളുടെ ഈ ഒരു ഒറ്റ ബെറ്റ് വെപ്പ് കാരണമാണ് ഇത്രയും പ്രശ്നം നടക്കുന്നത്. നിങ്ങൾ എന്തിനാ അച്ഛാ ബെറ്റ് വെക്കുന്നത്? ചുമ്മാ ഒരു രസത്തിന് ചുമ്മാ ഒരു രസത്തിന്. നിങ്ങൾ കേൾക്കണം, അപ്പുറത്തെ വീട്ടിലെ പശു ചാണകമല്ല മുട്ട പപ്സ് ഇടുന്നെന്ന് പറഞ്ഞവരെ പുള്ളി ബെറ്റ് വെച്ചിട്ടുണ്ട്. എടാ സത്യടാ, പശു മുട്ട പപ്സ് ഇന്ന് ഞാൻ കണ്ടായിരുന്നു. സത്യം. വേണ്ട, നിങ്ങളുടെ ബെറ്റ് കാരണമുണ്ടല്ലോ എനിക്ക് കല്യാണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാ. എന്റെ മോൻ കല്യാണം കഴിക്കരുത്. അതെന്ത്? ഇതുപോലൊരു കിഴങ്ങനെ ഈ ലോകത്തെങ്ങും പെണ്ണ് കിട്ടില്ലെന്ന് പറഞ്ഞ് ഞാൻ സുമേഷായിട്ട് 1000 രൂപയ്ക്ക് പറ്റി എന്ത് 2000 രൂപ ആക്കണം? അയ്യോ എന്റെ പൊന്നോ, അച്ഛനൊരു കാര്യം അറിയോ? എന്റെ അടുത്തൊരു പോലീസുകാരൻ നിന്റെ അച്ഛൻ ആ സെല്ലിനകത്തുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങ് ചമ്മിപ്പോയി അച്ഛാ. എന്റെ അടുത്ത് ഒരു പോലീസുകാരൻ നിന്റെ മോൻ വെളി വന്നിപ്പോണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനത് കൺഫ്യൂഷൻ ആയിപ്പോയടാ, ചമ്മിപ്പോയെന്ന്. ഹലോ ഹലോ, എന്താ ഈ വേഷം കെട്ടിന്റെ ഉദ്ദേശം എന്താ? അത് പറ. അത് ചെറിയൊരു ബെറ്റ് വെച്ച പറയാ മതി, അറിയാൻ പറ്റാതെ. അത് എൻ്റെ അടുത്തൊരു കൂട്ടുകാരൻ പറഞ്ഞ് നീ സ്ത്രീ വേഷം കെട്ടി ലേഡീസ് ഹോസ്റ്റലിൽ ഒരു 10 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ അവ എനിക്കൊരു 10,000 രൂപ തരാമെന്നും പറഞ്ഞ് ബെറ്റ് വെച്ച് ഞാൻ സമ്മതിച്ചു കൊടുത്ത് 8 മിനിറ്റ് ഞാൻ നിന്ന്. അതിന്റെ ബാക്കി 2 മിനിറ്റ് നിൽക്കാൻ പറ്റാഞ്ഞേ പ്രോപ്പർട്ടി ആയ എൻ്റെ ആപ്പിൾ എന്നെ ചതിച്ചു. അച്ഛാ ബെറ്റുണ്ട് 1000 രൂപയ്ക്ക്. വാ അച്ഛനാന്നാ? എന്റെ പൊന്നച്ഛ, നാരങ്ങ വല്ല വരുന്ന പിതുക്കി ഇങ്ങ് എടുക്കരുത്. എന്റെ പൊന്നോ, മടുത്ത് നിങ്ങളുടെ മോനാന്ന് പറഞ്ഞ് നടക്കാൻ എനിക്ക് നാണക്കേടുണ്ട്. ഞാൻ മടുത്ത്. മോനാന്ന് പറഞ്ഞ് നടക്കാൻ നാണക്കേടല്ലേ? മോനെ, അച്ഛൻ്റെ ലാകെ തരാൻ വേണ്ടി ഇത് മാത്രമേ ഉള്ളൂ. ഇതെന്ത് മോളാന്നും പറഞ്ഞ് അത് വെച്ച് ഇറങ്ങി നടക്കില്ല. ലേശം നാണക്കേട് പറഞ്ഞാലോ. കുമാരേ, അച്ഛൻ ആ ഒരു ബോധം തനിക്കുണ്ടോ? ഒരു കാര്യം അറിയോ? ഇന്ന് രാവിലെ ബിജുമാവൻ ഇങ്ങോട്ട് വന്നു. എന്തിനാ? പുള്ളി 4 പുതിയ തെറി എന്റെ ചെവിക്കൂട് ഉദ്ഘാടനം ചെയ്തിട്ടാ പോയത്. എന്റെ അടുത്ത് പഴയതാ പറഞ്ഞ. എന്തിനാണെന്നറിയോ? എന്തിന്? നിങ്ങൾ പുള്ളിയുമായിട്ടും പറ്റി വെച്ചല്ലേ? ആ ശരി, ഞാൻ പറ്റി വെച്ചായിരുന്നു. എന്താ കാര്യം? എന്താ പറ. അത് പിന്നെ അവൻ പറയുന്നത് സുമതിയുടെ മുടി പാറി പറക്കുന്ന ഡെയിലി ഷാമ്പു തേച്ചിട്ടാണ്. ഞാൻ പറഞ്ഞ അളിയാ അല്ല, അവള് ഡെയിലി താളി തേക്കുന്നോണ്ടാ മുടി പാറി പറക്കുന്നത് എന്നും പറഞ്ഞ് ഞാനും അവനും കൂടെ ഒരു 5000 രൂപയ്ക്ക് ബെറ്റ് വെച്ചു. നിങ്ങൾ ഭ്രാന്താണോ വെച്ചാൽ ഒരു മുടിയുടെ പേര് 5000 രൂപയ്ക്കൊക്കെ ബെറ്റ് വെക്കാൻ? എടാ ചെറുക്ക, എനിക്ക് അത്രമേൽ ഉറപ്പുള്ള കാര്യത്തിൽ ബെറ്റ് വെക്കുന്നത് നിനക്കെന്താ കുഴപ്പം? എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് ഉറപ്പുള്ള കാര്യമുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഒരു അച്ഛനെ ഇനി വേണ്ട. മക്കൾക്ക് അച്ഛനൊരു ബുദ്ധിമുട്ടായി തുടങ്ങിയല്ലേ? പിന്നല്ലോ. അയ്യോ അങ്ങനെ പറയില്ലേ, സെന്റ് അടിക്കുന്ന സമയം നേരെ തിരിച്ചേ പറയുള്ളൂ. ബുദ്ധിമുട്ടായി. തള്ളയുടെ അതേ ഗുണം തന്നെ. പോടാ റബ്ബർ ബാൻഡ്. ആ നീ ജനിച്ചന്ന് തൊട്ട് എന്നെ വലിപ്പിച്ചോണ്ടിരിക്കല്ലേ. ഞാൻ പിന്നെ നിന്നെ എന്നാ വിളിക്കും? സൽമാൻ ഖാനെന്ന് വിളിക്കണം. നിനക്കെന്താ എന്നെ കണ്ടിട്ട് കോമാളിയായിട്ട് തോന്നുന്നുണ്ടോ? ഇതാ കളിയാക്കുന്നത്. അച്ഛാ അതെന്ത് ഇത്രയൊക്കെ ആയല്ലേ? എന്തോ ആയി? എനിക്ക് അച്ഛൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എന്തോന്ന്? ഞാനും ഒരു പെണ്ണും തമ്മിൽ 2 വർഷമായിട്ട് ഇഷ്ടത്തിലാണ്. ലവ്വാണ്. അച്ഛൻ ആ കല്യാണം ഒന്ന് നടത്തി തരണം. ആകട്ടെ. അവള് പറയുന്നത് എന്നെ കാണാൻ കുഞ്ചാക്കോ ബോബനെ പോലെയാണ്. ഈ കല്യാണം ഇവിടെ നടക്കില്ല. അതെന്താ? എടാ വാ തുറന്ന നുണ പറയുന്ന കൊച്ചിനെ നമ്മുടെ വീട്ടിൽ എങ്ങനെ പറ്റുമോ? നടക്കത്തില്ല. എന്റെ വാവച്ചിക്ക് ആ കൊച്ചി ചേരൂല. എന്റെ പൊന്നിന് ആ കൊച്ചി ചേരൂലടാ. എടാ ഓൾട്രേഷൻ ചെയ്ത വാഴപ്പിണ്ടി പോലെ ഇരിക്കും. നീ മുഖത്ത് നോക്കിയിട്ട് ആരെങ്കിലും കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുവോ? എടാ അവള് നുണച്ചിയാടാ. നുണച്ചി അവള്. എന്ത് സ്വന്തം മോന്റെ മുഖത്ത് നോക്കിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എടാ പൊന്നുമോനെ, ഞാനായോണ്ട് ഇത്രയെങ്കിലും പറഞ്ഞു. വേറെ വല്ലവരാണെങ്കിൽ വായി വിളിച്ചോ വല്ലതും പറഞ്ഞേനെ. അയ്യോ അങ്ങനല്ല, ആദ്യമേ ഹലോ, അത് കഴിഞ്ഞിട്ട് അയ്യോ. നിങ്ങൾ ചെയ്തു വെച്ച കേട്ടിട്ട് ഞാൻ അയ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ കാണിച്ചു കൂട്ടിട്ട് അയ്യോ എന്ന് പറഞ്ഞാ നിങ്ങൾ കോടതിയിൽ പോയോ? ആ പോയി. ആർക്കെങ്കിലും സാക്ഷി പറഞ്ഞോ? പറഞ്ഞ് വണ്ടാരം ഇറങ്ങി. എന്തിനാ ഈ വയ്യാവേലി എടുത്ത് തലേ വെക്കുന്നത്? നിങ്ങൾ കൊലക്കുറ്റത്തിനാണ് സാക്ഷി പറഞ്ഞേക്കുന്നത്. ഗുണ്ടകളെല്ലാം നാടെ വാളും കത്തിയും കടാരയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരിക. ഗുണ്ടകൾ വാളും കത്തിയായിട്ട് വരുന്ന ഇല്ല, ലവ് ലെറ്ററുമായിട്ട് വരും അച്ഛനെ പ്രേമിക്കാൻ. എന്റെ പൊന്നച്ച, ജീവൻ വേണേ പിറക്കി എടുത്ത് ഓടച്ചാ. ആപ്പിള് എടാ പോകുന്ന വഴി ആരെങ്കിലും ബെറ്റ് വെച്ചാലോ? തിന്നു പോ. അതിനുവേണ്ടി അമ്മാരോട്
മണ്ണരിക്കുന്ന അരിപ്പയ്ക്ക് പോലും ഇല്ലല്ലോടാ ഇത്ര ഓട്ടായി കൊടായ്യാട്ടെ ചട്ടി. ഓ എടി ഞങ്ങള് പോവാ, ഞങ്ങളെ നീ അങ്ങ് മറന്നേക്ക്. അച്ഛാ അമ്മ നമ്മുടെ കൂടെ എന്നും കാണും. എടാ പുല്ല് മറക്കാൻ വേണ്ടിട്ടാ വരല്ലെന്ന് പറഞ്ഞു. നീ വീണ്ടും മറക്കാം അമ്മ. എന്റെ ഫോൺ എന്തുവാ ചെരുപ്പ് എന്റെ കാലിൽ ഇരിക്കുന്ന കണ്ടില്ല അടക്കണേ. മഞ്ജു നിന്റെ കുഞ്ചാക്കോ ബോബന് ഒന്നും പറ്റൂല കേട്ടോ. അയ്യോ മനുഷ്യനായിരുന്നോ? ഹലോ ഹലോ അച്ഛാ, അച്ചോ അച്ഛാ, അച്ചോ എന്റെ മുന്നോ എഴുതേക്കച്ചാ. ഞാൻ മടുത്തേ എന്റെ അച്ഛാ, ഞാൻ സുല്ലിടാൻ പോവാണേ. നമുക്ക് ഗീത തുടങ്ങാം അച്ഛാ. പറ്റിച്ചേ നീ ഇതുപോലെ പേടിക്കെന്നും പറഞ്ഞ് ഞാൻ ആ കുമാർ മാമയുടെ അടുത്ത് ഇതുപോലെ ഗുണ്ടകളെല്ലാം സെറ്റ് ചെയ്തൊരു ബെറ്റ് വെപ്പിച്ച നീ പേടിച്ചു. യെസ് ഞാൻ ജയിച്ചു. എത്ര രൂപയ്ക്ക് ബെറ്റ്? 1000 രൂപയ്ക്ക്. 1000 100. 1000 രൂപയുടെ ബെറ്റിന് 2 ലക്ഷം രൂപ കൊടുത്ത് ലോൺ എടുത്ത വീടാണ് മനുഷ്യ നിങ്ങൾ മുടിപ്പിച്ചത്. എടാ ബെറ്റല്ലേടാ മുഖ്യം. കുമാരേ അച്ഛൻ ആ ഒരു ബോധം തനിക്കുണ്ടോ? അച്ഛാ ഇപ്പോഴെങ്കിലും കുമാരൻ എന്നുള്ള വിളി അങ്ങ് മാറിയല്ല. ഭാഗ്യം അച്ഛാ.